2026 നിയമസഭാ ഇലക്ഷൻ ഹരിത ഇലക്ഷൻ ആക്കുന്നതിന്റെ ഭാഗമായിട്ട് കാർബൺ ന്യൂട്രൽ പ്രചരണമായിട്ടാണ് നമ്മുടെ ഈ ഓട്ടോ ഇവിടെ പ്രദർശനത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന പരിസ്ഥിതി മലിനീകരണത്തിന് ഒരു പരിഹാരമാണ് ഈ കാണുന്ന കാർബൺ ന്യൂട്രൽ ക്യാമ്പയിൻ വെഹിക്കിൾ. നമ്മുടെ സാധാരണ ഒരു ക്യാമ്പയിൻ വെഹിക്കിൾ അല്ലെങ്കിൽ പ്രചരണ വാഹനത്തിൽ 2 എഞ്ചിനുണ്ട്. ഒന്ന് വണ്ടി ഓടാൻ ഉപയോഗിക്കുന്ന എഞ്ചിനും രണ്ടാമത്തത് ജനറേറ്റർ, അതായത് ആംപ്ലിഫയറും സ്പീക്കറുകളും മറ്റും പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനും. ഈ 2 എഞ്ചിനും കൂടെ ഏകദേശം 10 ലിറ്ററോളം ഡീസലോ പെട്രോളോ ഉപയോഗിക്കുകയും പിന്നെ കാര്യമായ തിരഞ്ഞെടുപ്പ് ചെലവുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇതുകൂടാതെയാണ് മലിനീകരണം. ഇതിനൊരു പരിഹാരമാണ് കാർബൺ ന്യൂട്രൽ ക്യാമ്പയിൻ വെഹിക്കിൾ. അതായത് ഇത് യാതൊരുവിധ പൊല്യൂഷനും ഉണ്ടാക്കുന്നില്ല. വണ്ടി ഓടുമ്പോൾ ഒരു പൊല്യൂഷനും ഉണ്ടാക്കുന്നില്ല. കാരണം ഇതൊരു ഇലക്ട്രിക് വാഹനമാണ്. മാത്രമല്ല ആംപ്ലിഫയർ, സ്പീക്കർ തുടങ്ങിയവ ഇതിൻ്റെ മുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു സോളാർ പാനലിൽ നിന്നുമാണ് പ്രവർത്തിക്കുന്നത്. ആ സോളാർ പാനലിൽ നിന്നുള്ള വൈദ്യുതി നേരെ ബാറ്ററി സിസ്റ്റത്തിലെത്തുകയും തുടർന്ന് ആംപ്ലിഫയറും സ്പീക്കറുകളും എല്ലാം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഡൽഹി തന്നെ നമുക്ക് എടുക്കാം. ഡൽഹിയിലെ എയർ ക്വാളിറ്റി വളരെ മോശമാണ്. അപ്പോൾ അത്തരം ഒരു സ്ഥിതിയിലോട്ടായിരിക്കും കേരളം ഭാവിയിൽ പോകുന്നത്. അതിന് ഈ വാഹനങ്ങളിൽ നിന്നുള്ള ഒരു പൊല്യൂഷൻ പ്രധാന കാരണമാണ്. അപ്പോൾ സോളാറും വൈദ്യുത വാഹനവും അതിൻ്റെ കൂടെ ഇതുപോലുള്ള സ്പീക്കർ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മലിനീകരണമില്ലാത്ത ഒരു ഇലക്ഷൻ പ്രചരണമാകാം. സാധാരണ വണ്ടികളെ അപേക്ഷിച്ച് നമ്മുടെ ഈ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഏകദേശം 10 ലിറ്ററോളം ഡീസൽ ലാഭിക്കാം. അതുകൂടാതെ ഒരു വാഹനം ഓടുമ്പോൾ തന്നെ ഒരു ദിവസം 300 മരം നട്ടതിന് തുല്യമാണ്. കേരളത്തിലെ ഈ ഒരു നിയമസഭാ ഇലക്ഷന് ഏതാണ്ട് 2.5 ലക്ഷത്തോളം വണ്ടികൾ ഓടുന്നുണ്ട്. ഈ 2.5 ലക്ഷത്തോളം വണ്ടികളെന്ന് പറയുമ്പോൾ 5 ലക്ഷത്തോളം എഞ്ചിനുകൾ 5 ലക്ഷത്തോളം എഞ്ചിനുകൾ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന മലിനീകരണം അത് വളരെ ഭീകരമായൊരവസ്ഥയാണ്. അപ്പോൾ നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള 100 വണ്ടികൾ 20 ദിവസം ക്യാമ്പയിൻ ഓടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 6 ലക്ഷം മരങ്ങൾ നട്ടതിന് തുല്യമാണ്. അടുത്ത അധ്യയന വർഷം തൊട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിലും മറ്റും ഇത് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിൻ്റെ പരിശീലനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ അടുത്ത ഇലക്ഷന് പൊതുവെ ഇതുപോലുള്ള 100 അല്ല 1000 വണ്ടികൾ നിസ്സാര ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മിച്ചിറക്കാൻ കേരളത്തിൽ സാധിക്കും. പല കമ്പനികളും ഇതുപോലുള്ള ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കുന്നുണ്ട്. ഈ ഇലക്ട്രിക് വാഹനങ്ങളിൽ സോളാർ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്രചരണ വാഹനമായി. ഈ പ്രചരണ വാഹനത്തിന് വേറൊരു ഗുണമുണ്ട്. ഇത് ഇലക്ഷൻ സമയത്ത് മാത്രമല്ല, ഇലക്ഷൻ സമയത്തല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ സിസ്റ്റവും അരമണിക്കൂർ കൊണ്ട് ഇളക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇത് സാധാരണ സവാരി ഓട്ടോ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആളുകൾക്കൊരു ഉപജീവന മാർഗം കൂടെയാണിത്. ഇതുകൂടാതെ ഇതിൻ്റെ മുകളിലുള്ള സോളാർ പാനൽ ഇത് കഴിഞ്ഞാൽ ബാറ്ററി ചാർജിങ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വണ്ടിക്ക് ഏതാണ്ട് 200 കിലോമീറ്ററാണ് റേഞ്ച്. ഇതിൻ്റെ റേഞ്ച് 230 കിലോമീറ്റർ അധികമായി മാറും. ഈ കാർബൺ ന്യൂട്രൽ ക്യാമ്പയിൻ വെഹിക്കിളിൻ്റെ പ്രധാന ഭാഗം അതിൻ്റെ മുകളിലുള്ള സോളാർ പാനലാണ്. വളരെ കനം കുറഞ്ഞ ഏതാണ്ട് 3 mm തിക്നെസ് ഉള്ള ഫ്ലെക്സിബിൾ സോളാർ പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ റൂഫായിട്ട് തന്നെ ഇതിനെ കണക്കാക്കുകയും പ്രത്യേകിച്ചൊരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇതിനൊരു ഒബ്ജക്ഷനും വരാൻ സാധ്യതയില്ല. കാരണം ഇത് പ്രത്യേകിച്ച് റൂഫിൻ്റെ ഭാഗമായി തന്നെ ഇതിൻ്റെ സോളാർ പാനലിനെ നിലനിർത്താൻ കഴിയും. ഇതുകൂടാതെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു സ്പീക്കർ സിസ്റ്റം, അതിനകത്ത് ആംപ്ലിഫയർ ഉണ്ട്, പിന്നെ ഒരു ഇലക്ട്രോണിക് കൺട്രോൾ യൂണിറ്റും ലിഥിയം അയൺ ബാറ്ററി ബോക്സും ഉണ്ട്. ഇതെല്ലാം വളരെ കോമ്പാക്റ്റായിട്ട് എടുത്തു മാറ്റാൻ പറ്റുന്ന വിധത്തിലാണ് ഇതിനകത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഞാൻ ഈ ആശയമായി നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ സമീപിക്കുകയും കളക്ടർ ഇതിന് വളരെയധികം സപ്പോർട്ട് ഓഫർ ചെയ്യുകയും മാത്രമല്ല ശുചിത്വ മിഷനുമായി ചേർന്ന് കളക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ നിയമസഭാ മന്ദിരത്തിന് മുന്നിൽ വെച്ച് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് നിർവഹിക്കുകയും ചെയ്തു.